കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വഴക്ക് കൂടുതൽ വഷളാക്കാനല്ല നിങ്ങൾ ശ്രമിച്ചത്, അകൽച്ചയും കൂട്ടി. എടാ, നീ അങ്ങനെയാണോ കരുതുന്നേ? ഓ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെല്ലുവിളിച്ചതൊക്കെ ശരി തന്നെ. പക്ഷേ ആ സംസാരം കഴിഞ്ഞ ശേഷം രണ്ടുപേരുടെയും മനസ്സിൽ ആശ്വാസം ഉണ്ടായി കാണും. അമ്മ അങ്ങനെ കരുതുന്നില്ലേ? ശരിയാണെന്ന് എനിക്കും തോന്നുന്നത്. ആ, ചേച്ചിനെ വഴക്കൊന്നും പറഞ്ഞില്ല, പൊയ്ക്കൊള്ളാനാ പറഞ്ഞത്. സത്യത്തിൽ രണ്ടുപേരും ഫോണിലൂടെ ദേഷ്യം തീർത്തു കഴിഞ്ഞു. ഒരു മഴ പെയ്തു തീർന്ന ഫീലായിരിക്കും ഇപ്പോ സഞ്ജുവിനും സാധിക്കാൻ അനുഭവപ്പെടുന്നത്. എടാ, നമ്മുടെ ശ്രമം വിജയം കണ്ടു തുടങ്ങിയെന്ന് മനസ്സിലാക്ക്. ഇനി ഫോൺ പ്രോഗ്രാം എന്തായാലും നടക്കൂലല്ലോ. എടാ, അതൊക്കെ നമ്മൾ വിട്ടില്ലേ. അടുത്ത സ്റ്റെപ്പ് അവരെ നേരിൽ കാണിപ്പിക്കുക. അതിൽ നമ്മൾ വിജയിച്ച പിണക്കം പൂർണ്ണമായും തീരും. അതിന് ചേച്ചി റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ? അതിനുള്ള മിടുക്ക് അമ്മ കാണിക്കണം. അമ്മ വിളിച്ചാ സ്വാതി എന്തായാലും പുറത്തു വരും. സഞ്ജുവിനെ എത്തിക്കാൻ അവന് വിശ്വാസമുള്ള ഒരു നമ്പർ എനിക്ക് ഇറക്കേണ്ടി വരും. അത് ഞാൻ ചെയ്തോളാം. അവർക്ക് നേരിക്കണ്ട ഒന്ന് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ആ, കറക്റ്റ്. എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും രണ്ടുപേരും ദേ ഇങ്ങനെ മുഖാമുഖം നോക്കി നിന്നാ ചിരിക്കില്ലേ? ആ, അമ്മ ചിരിച്ചു കണ്ടില്ലേ? ഉറപ്പായി ഈ പ്ലാൻ സക്സസ് ആവും. ഹലോ, അവരെ വിളിച്ചു വരുത്തിയതേ നിങ്ങളാണെന്ന് മനസ്സിലാവൂലേ? ഓ, എടാ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നമ്മുടെ കടമയല്ലേ. അല്ലെങ്കിലും ഇവ എല്ലാത്തിനും നെഗറ്റീവാ പറയുന്നത്. ഒരു കാര്യം ആലോചിക്കുമ്പോ അതിന്റെ രണ്ടു വശവും ചിന്തിക്കണം. ആ, അപ്പോ നാളെ രാവിലെ നമ്മൾ അടുത്ത ടാസ്കുമായി ഇറങ്ങുന്നു. എന്തായാലും മുത്തശ്ശനെ കണ്ട് ഇന്നത്തെ റിപ്പോർട്ട് കൊടുക്കട്ടെ. മുത്തശ്ശനും ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരും. വാടാ. എന്താവോ എന്തോ. നാളെ അവരുടെ പിണക്കം തീർത്ത് തരണേ ദേവി. ലവ് യു, ഒരുപാട് ഒരുപാട് ലവ് യു, ഒരുപാട് ഒരുപാട്. നെഞ്ചോരം ചേരാനാണേ കൊതിയാലേ ഈ ജന്മം കാക്കുന്നേ, വിധിയാലേ നിന്നുള്ളം ചോക്കുമ്പോഴും ഉലകാകെ നിന്നാലെ സൗഭാഗ്യം തന്നിട്ടും തേങ്ങുന്നു ദേവാംഗനേ. രാവിലെ ഓഫീസിൽ കാണാത്തോണ്ട് സഞ്ജു വിളിക്കുക. എന്താടാ? നീ എന്താടാ വൈകുന്ന? എന്റെ കൂടെ നമ്മുടെ അച്ചായനും ഉണ്ടടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരാ അവന്റെ കോള് വന്നേ. ആര്? റിച്ചാർഡോ? ആ, അതേന്നേ. നിന്റെ ഫോണിൽ വിളിച്ചപ്പോ എൻഗേജഡ് ആണെന്നാ പറഞ്ഞേ. നീ ഫോണൊന്നും എന്റെ കൊടുക്ക്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളൊരു റെസ്റ്റോറന്റിൽ കയറി. അവൻ വാഷ്റൂമിലാ. 11 മണിയോടെ നീ പാർക്കിലേക്ക് വാ. ഞാനും അവനും അങ്ങോട്ട് വരാം. ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റില് അവൻ ബാംഗ്ലൂർക്ക് പോവാ. എടാ, അങ്ങോട്ട് വരാൻ സമയമില്ലടാ. ശരിയെന്നാ, ഞാനെത്താം. ഓക്കേടാ. അവ ഇനി അച്ചായനെ കയറി വിളിക്കാതിരുന്നാ മതി. വിളിച്ചാ പദ്ധതി പൊളിയും. നേരെ വീട്ടിൽ ചെന്ന് മുത്തശ്ശന്റെ അനുഗ്രഹവും വാങ്ങി അമ്മൂനെയും കൂട്ടി പാർക്കിലേക്ക് പോ.
ആരുടെയും വിഷമം ചേച്ചി മനസ്സിലാക്കുന്നില്ല. നീ ഇങ്ങോട്ട് വരണ്ട. നീ വന്ന ഇവിടെ ഉള്ളവരാ ജയിക്കുക. എനിക്ക് ചേച്ചിയെ കാണണം. ചേച്ചി ഒന്ന് പുറത്തു വാ, ഞാനും വരാം. ഇവിടെ ഒരാള് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കൂട്ടുകാരന്റെ കൂടെ കളിച്ച് ചിരിച്ച് ഓഫീസിലേക്ക് പോയി. ചേച്ചി എന്തിനാ വാതിലടച്ച് മൂഡ് ഓഫ് ആയിരിക്കുന്നേ? സഞ്ജു സന്തോഷത്തിലാണെന്ന് എനിക്കറിയാമോ. റൂമിലിരുന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടാതെ ചേച്ചി പാർക്കിലോട്ട് വാ. കുറച്ചുനേരം നമുക്കിവിടെ ചെലവഴിക്കാം. ചേച്ചിയുടെ മനസ്സും ഒന്ന് ശാന്താവും. അമ്മു പറഞ്ഞ ശരിയാ. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. സ്വാതിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ആ ചേച്ചി 11 മണിക്ക് പാർക്കിൽ വാ. ഞാനും പണിയൊക്കെ തീർത്ത് ആ സമയം അവിടെ വരാം. ഞാൻ വരാം അമ്മു. ശരി ചേച്ചി. എന്നാ അമ്മു വെച്ചോ. കൂട്ടുകാരൻ പറഞ്ഞതുപോലെ മുഖാമുഖം അവര് കണ്ട ചിരിക്കാതിരിക്കില്ല. രണ്ടുപേരുടെ ഉള്ളിലും അത്രയ്ക്ക് സ്നേഹമുണ്ട്. ആരാദ്യം മിണ്ടുമെന്ന വാശിയില്ല ഇപ്പോഴും. നേരിക്കണ്ട മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും പാർക്കിലെത്തുമെന്ന കാര്യം ഉറപ്പാണ്. അവൻ കൃത്യം 11 മണിക്ക് അവിടെ എത്തുന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാതിയുടെ കാര്യം അമ്മ വന്നാലേ അറിയൂ. സ്വാതി പുറത്തിറങ്ങുന്ന കാര്യം കുറച്ച് റിസ്കാ. ആ സ്വാതി എന്ത് പറഞ്ഞു? ചേച്ചി വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഓ അത് അമ്മ ജയിച്ചു. ഒരടി കഴിഞ്ഞ നിലയ്ക്ക് ഇനി പൊട്ടലും ചുറ്റിലും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യങ്ങളങ്ങ് എളുപ്പമാവും. അടെ എന്താ നിങ്ങളുടെ പ്ലാൻ? ആ ഞങ്ങള് മാറി നിൽക്കും. കഴിഞ്ഞ തവണ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഫോണിൽ സംസാരിച്ചപ്പോഴാ അവർക്ക് വാശി കൂടിയത്. ഇത്തവണ അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ അത് മതി. അവര് കോംപ്രമൈസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വന്നാ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയെന്ന് വരില്ല. അല്ല രാജുവേട്ടൻ എവിടെ? ആ മാർക്കറ്റിൽ പോയിരിക്കുക. ഇതിനിപ്പോ അവന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെല്ല്. എന്നാ അമ്മ കയറ്. നമ്മള് വൈകിയാലേ അവര് പിണക്കം കഴിഞ്ഞ ഫീൽഡില് വല്ല ഔട്ടിങ്ങിന് പോവും. അവരുടെ റീയൂണിയൻ കാണാനേ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. വിവരങ്ങൾ എന്നെ കൂടി അറിയിക്കണം. പിന്നെ അറിയിക്കാതെ. ഇക്കാര്യത്തില് മുത്തശ്ശനല്ലേ ഞങ്ങളുടെ ഭീഷ്മാചാര്യൻ. എന്നാ സമയം കളയാതെ വേഗം ചെല്ല്. വാ ചെല്ല്. മിണ്ടാതിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കടോ. രാജുവേട്ടനെ കൂടി കൂട്ടേണ്ടതായിരുന്നു. അവൻ എല്ലാത്തിനും 100 സംശയങ്ങളാ. അല്ലെങ്കിൽ തന്നെ ഞാൻ സഞ്ജുവിന്റെ ഭാഗത്തും അമ്മ സ്വാതിയുടെ ഭാഗത്തും നിൽക്കുമ്പോ അവൻ എന്ത് റോളാ ഉള്ളത്? പ്രണയമാവുമ്പോ ചെറിയ പിണക്കൊക്കെ നല്ലതാ. പക്ഷേ അതിങ്ങനെ വാശിയിലെത്താൻ പാടില്ല. എന്താ അമ്മുവിന്റെ അഭിപ്രായം? ടെൻഷനിലിരിക്കുമ്പോഴാ കൂട്ടുകാരന്റെ ഓരോ ചോദ്യം. റിപ്ലൈ കിട്ടിയില്ല. എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. അവരൊന്നിച്ചില്ലെങ്കിൽ ഞാൻ ചേച്ചി വിളിച്ച് ചതിച്ചു എന്നാവും. അമ്മ ടെൻഷനാവാതെ എല്ലാം സെറ്റാവും. നമ്മള് നല്ലതിനു വേണ്ടി ചെയ്യുന്നത് എങ്ങനെ ചതിയാവും? ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളിനോട് എന്ത് പറയാനാ?
എടാ നീ എവിടെ ഉണ്ടെന്ന് പറ, ഞാൻ പാർക്കിലെത്തി. നമ്മള് സാധാരണ വന്നിരിക്കാറില്ലേ, ചിൽഡ്രൻസ് പാർക്കിന്റെ എൻട്രൻസ് അവിടേക്ക് വാ. ആ, ഞാൻ അവിടെ ഉണ്ട്. ആ ശരി. അയ്യോ ചേച്ചിയാ. ഞാൻ ഇപ്പൊ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ പറ. ഹലോ ചേച്ചി. അമ്മു നീ എത്തിയില്ലേ? ഞാൻ പാർക്കിലുണ്ട്. ഞാൻ എത്തി. നിന്നെ കാണുന്നില്ലല്ലോ, നീ എവിടെയാ? ചിൽഡ്രൻസ് പാർക്കിന്റെ എൻട്രൻസിലല്ലേ, അവിടെ നിന്നു. ഞാൻ ഇങ്ങോട്ട് വരാം. ശരി, ഞാൻ അങ്ങോട്ട് വരാം. വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ ദേഹം വിറയ്ക്കുവാ. എന്റെ അമ്മു, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. വാ. എന്താ എന്ത് എന്താ നിന്റെ ഉദ്ദേശം എന്നാ ഞാൻ ചോദിച്ചേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? എടാ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? എനിക്കും മനസ്സിലായി. സച്ചിയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത് നീയാ, എന്നിട്ട് നാടകം കളിക്കുന്നു. അമ്മുവിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത് നീയാ. നിന്റെ നാടകോ ഇത്. ഓക്കെ, നീ എന്നോട് സോറി പറ. തെറ്റ് ചെയ്ത ആളാ സോറി പറയണ്ടേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് സോറി പറയേണ്ടത് ഞാനല്ല, നീ സോറി പറ. നീയാ സോറി പറയേണ്ടത്. അല്ല, നീയാ എന്നോട് സോറി പറയേണ്ടത്. നീയും നിന്റെ അമ്മയും എന്റെ അമ്മയോട് അപമര്യാദയായിട്ട് പെരുമാറി. എന്റെ അമ്മയെ അധിക്ഷേപിച്ച് ഇറക്കി വിട്ടു. അതിന് നീ സോറി പറയണം. എന്റെ വീട്ടിലെ ഒരു ഗുണ്ടയെ പോലെ കയറി വന്ന് നീ കാണിച്ചത് മഹത്തരം. എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി സ്ത്രീ എന്ന് വിളിച്ചത് നിന്റെ കേമത്തം. ഞങ്ങൾക്കും അഭിമാനമുണ്ട്. അമ്മ ട്രാക്ക് മാറിപ്പോവുക, എനിക്ക് പേടിയാവുന്നു. നിന്റെ അമ്മ അർഹിക്കുന്നതേ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളൂ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാ നിന്റെ അമ്മയെ പോലെ ഇരിക്കും. തീർന്നു. നിന്റെ അമ്മയെ പോലെ സദാ നേരവും കരഞ്ഞു ജീവിക്കേണ്ട കാര്യമൊന്നും എന്റെ അമ്മയ്ക്കില്ല. സംഗതി കയ്യിന്ന് പോയമ്മു. അവരിപ്പോഴും അമ്മമാർക്ക് വേണ്ടി മത്സരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓടാനുള്ള വഴി നോക്കേണ്ടി വരും. എന്റെ അമ്മയുടെ വില അറിയാത്ത നീയുമായിട്ട് എനിക്ക് ഒരു ബന്ധവും വേണ്ട. ആർക്ക് വേണം നീയുമായിട്ടുള്ള ബന്ധം? സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്തവനാ നീ. നീ കാണിക്കുന്ന ഒക്കെ അഭിനയമാ. ഒരു കുടുംബസ്നേഹവും നിനക്കില്ല. എന്റെ കുടുംബ സ്നേഹം അളക്കാൻ നീ ആരാടി? ആദ്യം നീ നിന്റെ അമ്മയെ നിലയ്ക്ക് നിർത്ത്. എന്റെ അമ്മ ഈ സൊസൈറ്റിയിൽ അന്തസ്സായി ജീവിക്കുന്നവളാ. നിന്റെ അമ്മയെ പോലെ
കണ്ട ജോത്സ്യന്മാരെയും വാക്ക് കേട്ട് അനാവശ്യം പറയാൻ നടക്കുന്നവളല്ല. എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ വെച്ചേക്കില്ല എന്തിനാ ഞാൻ. പോടാ, നിനക്ക് മാത്രമേ അമ്മയുള്ളോ? എനിക്കും ഉണ്ടടാ. നീ എന്നെ എന്താ ചെയ്യുന്നൊന്ന് കാണട്ടെ. അമ്മു, നമുക്ക് ഓടിയാലോ? കൂട്ടുകാർ ഇങ്ങനത്തെ ഒരാളാണോ? അവര് വഴക്കിടുമ്പോ ഓടിക്കളയാനോ? ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങി. അവളും അവനും പിരിഞ്ഞു പോവും. നമ്മളെ കണ്ട കുഴപ്പമാവും. വാ, നമുക്ക് പോവാം. വാ, ഓടിക്കോ, വാ. ഈ കാണിച്ചത് തീരെ ശരിയായില്ല. എന്നാ ചെല്ല്. സ്വാതിയുടെ കലി മുഴുവൻ അമ്മനോട് തീർക്കും. അവരൊന്നും തണുക്കാതെ നമ്മൾ മുന്നിൽ ചെന്ന് ചാടാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന ചേച്ചിയുടെ ആളെന്നെ കാണും. ചേച്ചിയോട് ഞാനെന്ത് സമാധാനം പറയും? അമ്മ വന്നേ. എടോ, നമുക്കിപ്പോ തിരിച്ചു പോവാം. ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. കൂട്ടുകാരൻ പൊയ്ക്കോ. ഞാൻ പോയാ അമ്മ എങ്ങനെ പോവും? ഞാൻ എങ്ങനെയും പൊയ്ക്കോളാം. നിങ്ങൾ ഇവിടെ നിന്ന് പോയാ മതി. ശരി. ചേച്ചിക്ക് എന്നോടുള്ള വിശ്വാസമൊക്കെ പോയി. അവരിനി ഒന്നിക്കാനും പോകുന്നില്ല. ചേച്ചി, നിന്നിൽ നിന്ന് ഇത്രയും വലിയ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ നീ എന്നോട് ചെയ്തേക്കാൾ കടന്ന പ്രവൃത്തിയായിപ്പോയി. നിനക്കിതിനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു? ആൾക്കാരുടെ മുന്നിലാണ് നീ എന്നെ നാണം കെടുത്തിയത്. ചേച്ചി സന്തോഷത്തോടെ ഇരിക്കാൻ മരിക്കാനും ഞാൻ തയ്യാറാ. എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ മുന്നിൽ എന്നെ കൊണ്ട് നിർത്തിയാണോ നീ എനിക്ക് സന്തോഷം ഉണ്ടാക്കി തരുന്നത്? നീ എന്നെ പുറത്തേക്ക് വിളിച്ചപ്പോ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് മോഹിച്ചാ ഞാൻ വന്നത്. പകരം നീ സച്ചിയോട് ചേർന്ന് ഇരട്ടി വേദന എനിക്ക് തന്നത്. ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയാലും ഒന്ന് നേരിക്കണ്ട തീരാത്ത പെണക്കൊല്ലാന്ന് എന്റെ മുത്തശ്ശി പറയാറുണ്ട്. എന്തിനും മുത്തശ്ശിയെ കൂട്ടുപിടിച്ചോളൂ. നിന്റെ മുത്തശ്ശി പഴയ കാലത്തുള്ള ആളാ. പുതിയ കാലത്തെ പറ്റി അവർക്ക് എന്തറിയാം? നോക്ക്, നിനക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ നിന്റെ മനസ്സിലിരുന്നാ മതി. ഇത് നിനക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി സഞ്ജുനോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനും പോകുന്നില്ല. രണ്ടാം തവണയാ നിന്നോട് ഞാൻ ക്ഷമിക്കുന്നത്. അത് നീ ആയതുകൊണ്ട് മാത്രമാ. എന്റെ വീട്ടുകാരാണെങ്കിൽ പോലും ഞാനിത് പൊറുക്കില്ലായിരുന്നു. ഇനി നീ എന്നെ നാണം കെടുത്താൻ വന്ന അന്ന് ഞാനും നീയും തമ്മിലുള്ള ബന്ധം തീരും. ഓഫീസിൽ പിടിപ്പത് ജോലി തിരക്കുള്ള എന്നെ വിളിച്ചിറക്കി അവളുടെ മുന്നിൽ കൊണ്ടിട്ടിട്ട് നീ അങ്ങ് പോവോ? നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഈ പിണക്കം തീരട്ടെന്ന് ഞാൻ വിചാരിച്ചത്. മുത്തശ്ശനും പ്രഭയങ്ങളും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാ. എടാ, നിന്റെ ഭാഗത്ത് ഒരു തരുമ്പെങ്കിലും ശരിയുണ്ടോടാ? ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നീ ഇടപെടാൻ വരരുത്. ഒരാളിന്റെ പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത് അയാളെ മാത്രം ബാധിക്കുന്നതാവണം. കുടുംബത്തിലുള്ളവരെ ഒന്നടങ്കം വേദനിപ്പിച്ചോണ്ടാവരുത്. അതിനെ ആ പേരിട്ട് വിളിക്കാൻ പറ്റില്ല. എല്ലാം നീ മറഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നില്ലേ? നിന്റെ പ്ലേ ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞെന്താ? സോറി പറഞ്ഞിട്ട് പോകാനല്ലേ? എടാ, പ്രണയിച്ച പെണ്ണിനെ മുന്നിൽ കണ്ടിട്ട് അവളെ നോക്കി ഒന്ന് ചിരിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത നിനക്കൊക്കെ എന്തിനാടാ സോറി? കൊണ്ടുപോയി പുഴുങ്ങി തിന്നാനോ?